ദൃശ്യത്തില് ക്യാരക്ടറിന്റെ പേരെന്താ? നമ്മുടെ പേരിനുണ്ടായ ഡാമേജ് അത് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ബക്കറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു മീം വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? 2-3 സീനിൽ ബക്കറ്റും പിടിച്ചു നിൽക്കുന്നത്. ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് എങ്ങോട്ടാ? നിന്റെ അമ്മായിയമ്മയെ കുളിപ്പിക്കാൻ. അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം അവനും ഇല്ലാണ്ട് പോയി. അതോടെ ആള് ബക്കറ്റ് സ്റ്റാർ പോയി. ഇവനെ അസലായിട്ട് പെർഫോം ചെയ്ത് ഒന്ന് കൈയടിച്ചു കൊടുക്കൂ. താങ്ക് യു. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടാണ് ഇതില്. അത് ഇൻവെസ്റ്റിഗേറ്റീവ് പേരില്ലാത്ത ഉദയന്റെ പടത്തിലൊരു വേഷം ചെയ്യാൻ ഇവിടെ എത്തണമെന്ന് പ്രൊഡക്ഷന്മാരോട് പറഞ്ഞപ്പോ എനിക്ക് കരച്ചിലാവുന്നത്. ഞാൻ ആരോ ഏട്ടാ? ദൃശ്യം പോലത്തെ ഒരു പടമല്ല, എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണോ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറ് വിളിച്ചോക്കും. എന്നാലും എന്താണ് ക്യാരക്ടറൈസേഷൻ, എന്താ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, നീ എവിടേക്ക് വന്നാൽ മതി. വീണയ്ക്ക് എന്തായാലും നല്ല പബ്ലിസിറ്റി. ഭയങ്കര മനസ്സ് സങ്കടത്തിൽ സന്തോഷ്, ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. വീണ നന്ദകുമാർ ബക്കറ്റും പിടിച്ചൊരു പോക്ക് പോകും, തിരിഞ്ഞ് പോലും നോക്കൂല. പിന്നെ പുള്ളിക്കാരിയെ പടത്തിൽ കണ്ടിട്ടേ ഇല്ല. ആ പോക്കങ്ങ് പോയി. നീ ഇതുവരെ പോയില്ലേ? അല്ല, കഴിഞ്ഞിട്ട് പോകാൻ കരുതി. പിന്നെ വാസുവണ്ണൻ. വാസുവണ്ണന്റെ കണ്ണീന്ന് ചോര വന്ന് അയാൾ ഒരു വാമ്പയർ ആവുമോ എന്ന് വരെ ഒരു വേള ഞാൻ സംശയിച്ചു. എജാതി ചോപ്പ്. അടിച്ച് ടൈറ്റ് ആയിട്ട് വന്നേക്കാണ്, കണ്ണൊക്കെ ഇരിക്കണ ചോകാന്ന്. പടത്തിന്റെ ലാസ്റ്റ് പറമ്പീന്ന് ചാടിപ്പോയ അമീര സാർ പിന്നെ പൊങ്ങുന്നത് നടുക്കടലിന് രാമേശ്വരത്ത്. അങ്ങോട്ടല്ല അവനക്കറിയാ, അങ്ങാട്ടി വന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി രസപ്പെടാ. ഇതിന്റെ ഒക്കെ ഇടയിൽ ലാലേട്ടൻ വന്നിട്ട് കല്യാൺ ജ്വല്ലേഴ്സ് ഇപ്പൊ തൊടുപുഴയിലും. അയ്യന്റെ മോനെ, സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. ഒരു പരസ്യം അല്ലേ? എടോ, അതിന് കാശ് മുടക്കി വേറെ പരസ്യം എടുക്കണം, അല്ലാതെ സിനിമയ്ക്കകത്ത് കുത്തിക്കേറ്റല്ല വേണ്ടത്. എന്നെ കൊന്നാലും നിനക്കൊന്നും കിട്ടില്ലടാ. എന്നെ കൊല്ലണ ജോർജ് വിട്ടു. ഇതേത് ദൃശ്യം? ഇരുമ്പ് ദണ്ട് കൊണ്ട് പ്ലാച്ച് പ്ലാച്ച് എന്നല്ലേ അടി. കിളവന് നല്ല ഉന്നമില്ലാത്ത ചത്തില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.